ഓല ബോണസ് നോച്ചേ. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് മെഡിയവൽ ഫെസ്റ്റിലാണ്. അപ്പൊ ഇവിടെ ദേ ഇച്ചായൻ പന്നിയൊക്കെ പ്രിപ്പയർ ചെയ്യണത് നോക്കിക്കാണ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ പന്നി കുക്ക് ചെയ്യുന്നത്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് നടക്കുന്നതാണ് ഈ ഒരു ഫീസ്റ്റ്. ഫുഡൊക്കെ കഴിക്കാൻ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് എല്ലാവരും വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മെഡീവിയൽ ഫീസ്റ്റിന്റെ ഫസ്റ്റ് ഡേ ആണിത്. യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ഉത്സവം ആചരിക്കാറുണ്ട്. പണ്ടത്തെ മധ്യകാല വിരുന്ന് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ ഇത് ആവർത്തിച്ചു പോകുന്നു. എല്ലാ വേനൽ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ തണുപ്പ് മാറി വേനലിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു ഫീസ്റ്റ് നടത്തുന്നത്. ഇവിടെ കൂടുതലായിട്ടും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മെഡീവിയൽ ഫെസ്റ്റിവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പെയിനിലെ തനതായിട്ടുള്ള ഭക്ഷണ രീതികളും തനതായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഏത് വേണമെങ്കിലും നമുക്ക് ഭക്ഷിക്കാനായിട്ട് സാധിക്കും. യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഉത്സവം കണ്ട് അന്താളിച്ചു പോകും. കാരണം ആഴ്ചകളോളം നിൽക്കുന്ന ഒരു ഫീസ്റ്റ് ആണ് മെഡീവിയൽ ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ തോരണം പോലെ വെളുത്തുള്ളിയുടെ തോരണമാണ് ഇവിടെ കെട്ടിവെച്ചേക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് സബോളയാണല്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി അല്ലേ. വെളുത്തുള്ളി ടേസ്റ്റ് ഇല്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാ. ഇവിടെ മറ്റേ കമരേരോസ് ഇല്ലേ, വെയിറ്റേഴ്സ്, അവരുടെ വേഷം ചുമപ്പ് കളറ്. ഇവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഇട്ടാലും കടകൾ ഇട്ടാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ വേഷവിധാനങ്ങൾ ധരിക്കുന്നത്. അവരുടെ വേഷവിധാനങ്ങൾ കണ്ട് ആകർഷകരായിട്ട് നമ്മൾ അവിടേക്ക് ചെല്ലാനിട വരും. അതാണ് ഈ വിരുന്നിന്റെ വേറൊരു പ്രത്യേകത. €1 സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ്. €1 സർപ്രൈസ് ഗിഫ്റ്റ് ഇച്ചായൻ എനിക്ക് മേടിച്ചെന്നേക്കാണ്. €1 കൊടുത്തിട്ട് ഇതിനകത്ത് എന്താ നോക്കാം. പറ്റിച്ചേ മിഠായി പട്ടിക്കുട്ടി. ഒരു കുഞ്ഞു പട്ടിക്കുട്ടി. കുഞ്ഞു പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഹായ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പട്ടിക്കുട്ടി. നല്ല രസമുണ്ട്. അപ്പൊ ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെയാണ് €1 കിട്ടണത്. ഇതൊരു 2 പൈസക്ക് പോലുള്ള സാധനങ്ങളാണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല. പട്ടിക്കുട്ടീനെ കിട്ടി. ചിങ് ചിങ്. ഹായ്. ഇതുപോലെ വേഷവിധാനങ്ങൾ ധരിച്ച ആളുകൾ മെഡീവിയൽ ഫെസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മധ്യകാല വിരുന്ന് നടത്തിയിരുന്ന ആളുകൾ ധരിച്ചിരുന്ന വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് എല്ലാവരും നൃത്തം ചെയ്ത് നൃത്തത്തിൽ ആഴ്ത്തും. അതിനെ കണ്ടിട്ട് അന്താളിച്ച് നിൽക്കാണ്. മാസങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. രാജാക്കന്മാരുടെ പ്രൗഢിയൊക്കെ തെളിയിക്കാനായിട്ടാണ് ഈ ഒരു ഉത്സവം ആചരിച്ചു പോകുന്നത്. ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ നടത്തുന്നതുകൊണ്ട് ആധുനികമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ സംഭവവും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മധ്യകാല വിരുന്നിന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സംഗീതവും അവിടുത്തെ നർത്തകരും എല്ലാം ആണ്. പിന്നെ ഭക്ഷണത്തിന്റെ കേസ് പറയേ വേണ്ട. നമ്മൾ ഇന്നേ തീയതി വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു പൊന്നിക്കുഞ്ഞ് പ്രസവിച്ചിട്ട് അതിനെ അങ്ങനെ തന്നെ ജീവനോട് പുഴുങ്ങിയെടുത്ത് അതിനെ ഫ്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയുള്ള വിരുന്നുകളൊക്കെ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ സ്പാനിഷുകാര് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തി പോയിരുന്നു. കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പോലും പറ്റില്ല. പ്രസവിച്ച ഉടനെ തന്നെയുള്ള ഒരു കുഞ്ഞു പന്നിയെ ജീവനോട് തന്നെ എണ്ണ തേച്ച് ഫ്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷെ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഈ കാണുന്നത് ഒരു വലിയ പന്നിയാണ്. പക്ഷെ ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെ ശൂലത്തിൽ കുത്തിയിട്ട് അങ്ങോട്ട് കറക്കും. എന്നിട്ട് അത് മേടിക്കാനും ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നിരന്തരം കണ്ട് ഇത് ഞങ്ങൾക്കൊരു ശീലമായി പോയി. ഓരോ രാജ്യത്തിന്റെ കൾച്ചറും ട്രഡീഷനൊക്കെ വ്യത്യസ്തമാണെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് വിൽക്കാനായിട്ട് ഗ്രാമങ്ങളുടെ തനതായിട്ടുള്ള ഉത്സവമാണ് മെഡീവിയൽ ഫെസ്റ്റ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഗ്രാമങ്ങളിലേക്ക് വരും. ഈ സ്പ്രേയുടെ അടുത്ത് നിൽക്കുന്നത് ഒരു രക്ഷയില്ല. അറബിക് സ്പ്രേസ് ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയിട്ടുള്ള എല്ലാ സാധനങ്ങളും സ്പെയിനിൽ കിട്ടുന്നതാണെങ്കിൽ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് മെഡീവിയൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്ന് വിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരുന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പ്രദേശം നിറച്ച് വിരുന്നിനായിട്ട് ആളുകൾ വന്നിരിക്കുന്നതും സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തോരം ആളുകളാണല്ലേ ഈ മെഡീവിയൽ ഫെസ്റ്റിൽ തന്നെ. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും. എന്ത് മേടിക്കാനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് തിരഞ്ഞെടുത്തൊന്നും നടക്കണ്ട. നമ്മുടെ കണ്ണ് അതിലേക്ക് തന്നെ ഓടും. ഞങ്ങളിവിടെ വന്നിട്ട് ആകെ
നമ്മളോട് മേടിച്ചത് മാനർച്ചി മാത്രമാണ്. സ്പെയിനിലെ കടകളിലൊന്നും മാനർച്ചി മേടിക്കാനായിട്ട് കിട്ടില്ല. റെസ്റ്റോറന്റുകളിൽ കുക്ക് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വന്നെങ്കിൽ മെഡിയവൽ ഫെസ്റ്റിൽ തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ മെഡിയവൽ ഫെസ്റ്റ് മൊത്തം ചുറ്റി. ഇനി നമുക്ക് ചുറ്റാനായിട്ടുള്ളത് ഈ ഒരു പസിൽ ഗെയിം മാത്രമേ ഉള്ളൂ. വളരെ ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ പസിൽ ഗെയിം ജയിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. നടക്കാണ് ഇവിടെ. കുറച്ച് പാർക്കിൽ കുറച്ച് എന്റർടൈൻമെന്റ്സ് ഉണ്ട്. പിള്ളേർക്ക് തുള്ളി കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. പൊന്നാരി എന്തായി? പൊന്നാരി ജയിക്കുമോ ഗൈസ്? നിങ്ങൾ പറയൂ. മോളിന്നുള്ള വലിക്ക്. ആ അതന്നെ. മറ്റേതപ്പുറത്തേക്ക് ഏറ്റ്. അതന്നെ അതങ്ങോട്ട് പോട്ടെ, ഇതങ്ങോട്ട് പോട്ടെ. ആ അതേ പൊന്നാരി വിജയിച്ചിരിക്കുന്നു ഗൈസ്. പൊന്നാരി വിജയിച്ചിരിക്കുന്നു. യെസ് പൊന്നാരിനെ കൊണ്ട് സാധിക്കും. യെസ് ഗൈസ്. പക്ഷെ മൂഞ്ചി ഗൈസ്. പൊന്നാരിയുടെ കളികൾ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് ഈ സംഭവം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കട്ടകളെല്ലാം പ്രത്യേക അനുപാതത്തിൽ മാറ്റിയിട്ട് ഈ ചുമന്ന കട്ട നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ മെഡിയവൽ ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.